ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചറിയുവാനും അവിടെ നിന്ന് ഒഴുകപ്പെടുന്ന സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും തക്കവിധം നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾക്കൊരുക്കാം. മംഗളവാർത്തയിൽ ദൈവത്തിൻ്റെ ദൂതൻ്റെ വാക്കുകളുടെ വിശദീകരണം കേട്ടപ്പോൾ മറിയം അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയുമായ വാക്കുകൾ അവൾ പറയുന്നുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഇത് കേട്ടപ്പോൾ ദൂതൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. മറിയത്തിൻ്റെ വാക്കുകൾ അത് അവളുടെ ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും അഗാധമായ അനുസരണത്തിൻ്റെയും തൻ്റെ ആത്മസമർപ്പണത്തിൻ്റെയും നിസ്വനങ്ങൾ ഉൾച്ചേർന്ന വാക്കുകളാണ്. ഇവ അവളുടെ തീരുമാനത്തിന്, അവളുടെ മനസ്സിലെടുത്ത തീരുമാനത്തിന് അവൾ മുദ്ര വെച്ചുകൊണ്ടാണ് അവൾ പ്രഖ്യാപിക്കുന്നത്, ദാ കർത്താവിൻ്റെ ദാസി എന്ന്. മനുഷ്യദൃഷ്ടിയിൽ ഭോഷത്വമാണ് മറിയത്തിൻ്റെ ഈ വിധേയത്വം അല്ലെങ്കിൽ അനുസരണം. എന്നാൽ മറിയത്തിൻ്റെ മംഗളവാർത്തയിൽ ദൈവത്തോടുള്ള അഗാധമായ അനുസരണവും ആത്മസമർപ്പണവും വഴി അവൾ തൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സമ്മാനമായ ദൈവപുത്രനെ വഹിക്കുവാൻ അവൾ തയ്യാറായി. മംഗളവാർത്ത എന്നത് ദൈവം മനുഷ്യവർഗത്തോട് ദൈവത്തിൻ്റെ സ്നേഹം വിളിച്ചറിയിക്കുന്നതാണ്. മറിയത്തിൻ്റെ വിശ്വാസവും വിധേയത്വവും അനുസരണയും എളിമയും നമുക്ക് മാതൃകയാക്കേണ്ടതായിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാതെ ദൈവത്തിന് തന്നെ ആത്മസമർപ്പണം ചെയ്യുന്ന പരിശുദ്ധ മറിയം, അവൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവത്തോടുള്ള വിധേയത്വവും അനുസരണവും അഗാധമായ സ്നേഹവും അവൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, മറിയത്തിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കും. ഇന്ന് പ്രത്യേകിച്ച് നാവിൻ്റെ അറ്റത്ത് ചെറിയ കുരുക്കൾ പോലെയോ വേദന അനുഭവിക്കുകയോ ചെയ്യുന്നവരെ ഇപ്പോൾ ഈശോയുടെ പക്കലേക്ക് നമുക്കൊന്ന് ഉയർത്താം. പരിശുദ്ധ അമ്മേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായ മധ്യസ്ഥം വഹിക്കണമേ. നാവിലെ രോഗമുള്ളവരെ സകലരെയും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ ആത്മാവിനെ അയച്ച് ആ മക്കളെ നീ സുഖപ്പെടുത്തണമേ. നിന്റെ മേൽ ശക്തി ഒഴുകട്ടെ, ആരോഗ്യങ്ങൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, രോഗികളായിരിക്കുന്ന സകലർക്കും വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്മ പ്രത്യേകമായ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.